കർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ നമുക്കെന്താണ് അവകാശം? കർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ നമുക്ക് അവകാശമുണ്ടോ? നമുക്ക് ചെയ്യേണ്ടത്, തമ്പുരാൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത്? ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കളെക്കുറിച്ചൊരു സ്വപ്നമുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും നിങ്ങളുടെ സ്വപ്നം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണെന്നാണ് എൻ്റെ അർത്ഥം. നമുക്കൊരു ജോലിയേ ഉള്ളൂ. ദൈവമേ, നീ എനിക്ക് ദാനമായി തന്ന പൈതങ്ങളെ ഓർത്ത് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവമേ, ഇവനെന്താകണം, ഇവളെന്താകണം എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് അറിയുകയും വേണ്ട. എന്നാൽ നിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ മക്കളിൽ നിർവഹിക്കപ്പെടണം. എൻ്റെ ഭവനത്തിൽ നിൻ്റെ ഇഷ്ടമല്ലാതെ ഒന്നും സംഭവിക്കരുത്. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാണെന്ന് മറന്നു പോകരുത്. നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നാം നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെ ആകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല.